നമസ്തേ. ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും ഉടനടി സംഭവിക്കണമെന്നില്ല. ചില വിജയങ്ങൾക്കും അവസരങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സമയം ആവശ്യമാണ്. അതുകൊണ്ടാണ് ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കഴിവുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നത്. ഒരു വിത്ത് നട്ടാൽ അത് അടുത്ത ദിവസം തന്നെ വൃക്ഷമാകില്ല. അതിന് വളരാൻ ആവശ്യമായ മണ്ണും വെള്ളവും സൂര്യപ്രകാശവും സമയവും വേണം. അതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വിജയങ്ങൾക്കും സമയവും പരിശ്രമവും ക്ഷമയും ആവശ്യമാണ്. ക്ഷമയോടെ കാത്തിരിക്കുന്നവർ നിരാശപ്പെടാതെ മുന്നോട്ടു പോകുന്നു. ഓരോ ദിവസവും അവർ സ്വയം മെച്ചപ്പെടുത്തുന്നു. ശരിയായ സമയം വരുമ്പോൾ അവസരം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. കാത്തിരിപ്പ് വെറുതെയല്ല, അത് നമ്മെ കൂടുതൽ ശക്തരും പക്വരുമായ വ്യക്തികളാക്കുന്ന ഒരു പരിശീലനമാണ്. ക്ഷമ വിജയത്തിലേക്കുള്ള വഴിയാണ്. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമുണ്ട്. കാത്തിരിപ്പ് നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു. പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകണം. ദൈവത്തിന്റെ സമയവും പ്രകൃതിയുടെ സമയവും പലപ്പോഴും ഏറ്റവും മികച്ചതായിരിക്കും. ഏറ്റവും മികച്ചതായ സമയത്ത് നമുക്കതിന്റെ ഫലം കണ്ട് സന്തോഷിക്കുവാനായിട്ട് കഴിയും. ചൈനീസ് മുളയുടെ വിത്ത് നട്ടാൽ ആദ്യ 5 വർഷം അത് മണ്ണിനടിയിൽ തന്നെ ശാന്തമായി വേർ വളർത്തിക്കൊണ്ടിരിക്കും. പുറത്തേക്ക് ഒന്നും കാണാനുണ്ടാകില്ല. അതുകൊണ്ടത് വളരുകയില്ലെന്ന് തോന്നാം. പക്ഷേ അതിന്റെ വേർ ശക്തമായി ആഴത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വർഷങ്ങൾക്ക് ശേഷം പിന്നെയുള്ള 6 ആഴ്ച അത് 90 അടി ഉയരത്തിൽ വളരുന്നു. ഈ അതിവേഗ വളർച്ചയ്ക്ക് കാരണം മുമ്പ് കാണാനാകാത്ത ഒരു ദീർഘകാല പരിശ്രമമാണ്. ന്യൂസിലൻഡിലെ കാടുകൾ ഒരിക്കൽ പുനരുജ്ജീവിക്കപ്പെട്ടു. ന്യൂസിലൻഡിൽ പെനിൻസുല ബാങ്ക്സ് എന്ന ഒരു പ്രദേശം ഒരിക്കൽ സമൃദ്ധമായ സ്വദേശ കാടുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പക്ഷേ കാലക്രമേണ മനുഷ്യ ഇടപെടലുകൾ, കന്നുകാലികളുടെ മേയൽ, കൃഷി തുടങ്ങിയവ കാരണം അത് പൂർണ്ണമായും പാഴ്നിലമായി മാറി. ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഹ്യൂഗ് വിൽസൺ ഒരു വ്യത്യസ്തമായ ആശയവുമായി മുന്നോട്ട് വന്നു. കാട് സൃഷ്ടിക്കാനുള്ള അദ്ദേഹത്തിന്റെ മാർഗം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം വൃക്ഷങ്ങൾ നട്ടില്ല, പ്രകൃതിക്ക് തന്നെ അവസരം നൽകി. ഈ അത്ഭുതം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു. അദ്ദേഹം ചെയ്തത് കന്നുകാലികളെ അകറ്റി ഭൂമി സ്വാഭാവിക നിലയിൽ വിട്ടു, മനുഷ്യ ഇടപെടൽ പരമാവധി കുറച്ചു. ഇങ്ങനെ ചെയ്തപ്പോൾ ആദ്യം ചെറു ചെടികളും പുല്ലുകളും വളരാൻ തുടങ്ങി. പിന്നീട് നാട്ടിൻ പുറത്തുള്ള സസ്യജാലം പതിയെ തിരിച്ചെത്തി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വാഭാവിക കാട് വീണ്ടും പിറന്നു. ആരംഭത്തിൽ പലരും അദ്ദേഹത്തെ വിമർശിച്ചു. ഒന്നും ചെയ്യാതെ കാടുണ്ടാകുമോ എന്നായിരുന്നു സംശയം. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ആ പാഴ്മരുഭൂമി സമൃദ്ധമായ ഒരു വനമായി മാറി. പക്ഷികൾ തിരിച്ചു വന്നു. ജീവജാലങ്ങൾ വീണ്ടും വസിക്കാൻ തുടങ്ങി. പ്രകൃതി തന്റെ ശക്തി തെളിയിച്ചു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, പ്രകൃതിക്ക് സ്വയം സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. എല്ലായ്പ്പോഴും കൂടുതൽ ചെയ്യുന്നത് മാത്രമല്ല പരിഹാരം. ചിലപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഏറ്റവും ശക്തമായ പരിഹാരം എന്ന് പറയുന്നത്. ചിലിയിലെ അറ്റകാമ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വരണ്ട സ്ഥലമായി അറിയപ്പെടുന്നു. വർഷങ്ങളോളം മഴ പെയ്യാതെയും വെള്ളത്തിന്റെ ഒരു തുള്ളി പോലും കിട്ടാതെയും ഈ ഭൂമി ശൂന്യമായി കിടക്കും. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് ഒരു ജീവനുമില്ലാത്ത മരുഭൂമിയായി തോന്നും. പക്ഷേ ആ വരണ്ട മണ്ണിനടിയിൽ ആരും കാണാത്ത വിധം അനേകം വിത്തുകൾ കിടപ്പുണ്ട്, ശാന്തമായി കാത്തിരിക്കുന്നു. എപ്പോഴെങ്കിലും ഒരു മഴ പെയ്യുമ്പോൾ അതൊരു അത്ഭുതമായി മാറുന്നു. ഈ മഴയുടെ സ്പർശം കിട്ടുന്ന മാത്രയിൽ ആ വിത്തുകൾ ഉണരുകയും അത് മുഴുവൻ മുളച്ച് ചെടികളായി പൂക്കളായി ആ സ്ഥലം നിറയപ്പെടുന്നു. ശൂന്യമായി തോന്നിയ മരുഭൂമി ഒരു മനോഹര പൂക്കളുടെ പായയായി മാറുന്നു. ഈ അത്ഭുതം ഒരു വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു. ജീവിതത്തിലെ ചില സമയങ്ങൾ വരണ്ടതും ശൂന്യവുമായിരിക്കാം. പക്ഷേ അതിന്റെ അടിയിലേക്ക് മറഞ്ഞിരിക്കുന്ന കഴിവുകളും സ്വപ്നങ്ങളും ശരിയായ അവസരം കിട്ടുമ്പോൾ അതിശയകരമായ രീതിയിൽ വിരിയും. ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ സമയം വരുമ്പോൾ നിങ്ങൾക്കും പൂക്കൾ പോലെ പ്രകാശിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ.